യേശുക്രിസ്തുവിൽ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ഇന്നത്തെ എന്റെ ഈ ലൈവിൽ മുൻകാലങ്ങളിൽ വളരെ ശക്തമായി ഞാൻ സംസാരിച്ചതും എടുത്തതുമായ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റ് വിഷയങ്ങളൊന്നുമല്ല, വിശ്വാസിയും പരിശുദ്ധാത്മാ അഭിഷേകവും എന്നുള്ള വിഷയമാണ്. വിശ്വാസിയും പരിശുദ്ധാത്മാ അഭിഷേകവും. ഈ പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയുന്ന വാക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായി പരാമർശിക്കപ്പെടുന്ന ഒരു പദപ്രയോഗമാണ്. പരിശുദ്ധാത്മ വാര്യങ്ങളിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മ അനുഭവങ്ങളിൽ ഏതാണ്ട് 22-23 പ്രവൃത്തികൾ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ഒന്നാണ് പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന വാക്ക് വാസ്തവത്തിൽ പുതിയ നിയമത്തിന്റെ പദമല്ല, അത് പഴയ നിയമത്തിലെ ഒരു പദപ്രയോഗമാണ്. രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് ആനയിക്കുവാൻ നൽകിയിരുന്ന ഒരു പ്രത്യേകമാകുന്ന കർമ്മമാണ് അഭിഷേകം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ നാളുകളിൽ രാജാക്കന്മാരെ അഭിഷേകം ചെയ്താണ് തൽസ്ഥാനത്തേക്ക് ആനയിച്ചിട്ടുള്ളത്. പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്താണ് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരെയും മിക്കവരെയും അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അവരുടെ ഔദ്യോഗികമായിരുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ആനയിക്കുവാൻ നൽകുന്ന ഒരു കർമ്മമാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകമായ ഒരു സംവിധാനമുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ഇസ്രായേലിന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവരെ അഭിഷേകം ചെയ്യേണ്ടതിന് അഭിഷേക തൈലം നിർമ്മിക്കുന്ന രീതിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് 32-ാം അധ്യായത്തിൽ. അതിനുള്ള ഈ തൈലത്തിന്റെ കൂട്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ പ്രകാരം മോശ അത് ഉണ്ടാക്കിയെന്ന് വായിക്കുന്നു. പിന്നീട് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. വെറും നിർദ്ദേശമല്ല, കൽപ്പനയാണ്. ഇതുപോലെ ഒന്ന് നിന്റെ ജനത്തിനിടയിൽ ഒരുവനും ഉണ്ടാക്കരുത്. അഭിഷേക തൈലം മറ്റാർക്കും ഉണ്ടാക്കുവാനോ വിതരണം ചെയ്യാനോ ഉപയോഗിക്കാനോ അനുവാദമില്ലാത്ത ഒരു വിശിഷ്ടമാകുന്ന സാധനമാണ്. അതിന് ദൈവ മന്ദിരത്തിലെ തൂക്കപ്രകാരം ദൈവം നിയോഗിച്ചിരിക്കുന്ന ചില സുഗന്ധ വസ്തുക്കളും ക്ലീനായിട്ടുള്ള ശുദ്ധമാകുന്ന ഒലിവ് ഓയിലും മറ്റ് സാധന സാമഗ്രികളുമുണ്ട്. ഇതുകൊണ്ട് അഭിഷേക തൈലം ഉണ്ടാക്കണം. അത് കൊമ്പിലാക്കിയിട്ട് ആ തൈലക്കൊമ്പ് കൊണ്ടാണ് ഈ അഭിഷേക കർമ്മം അനുഷ്ഠിക്കുന്നത്. ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദൈവം നിയോഗിച്ച പ്രവാചകനെ കൊണ്ട് ആ ശുശ്രൂഷ ചെയ്യിക്കുമ്പോൾ ഇവൻ തന്നെ ഇസ്രായേലിന്റെ രാജാവ്, ഇവനെ അഭിഷേകം ചെയ്യുക എന്നാണ് ശമൂവേൽ ദൈവം പറഞ്ഞത്. അപ്പോൾ നമ്മൾ വായിക്കുന്നു, അഭിഷേകം പഴയ നിയമത്തിലെ ഒരു പദപ്രയോഗമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവും വിശ്വാസിയും എന്ന ബന്ധത്തിൽ വരുമ്പോൾ വിശ്വാസികളുടെ ബന്ധത്തിൽ അനിഷേധ്യമായി വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മവരങ്ങളിൽ ഒന്നായി പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിലാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും, ശ്രദ്ധിച്ചു വായിക്കണം, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവിടെ പെർഫെക്റ്റ് ടെൻസിൽ ആണത് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, നമ്മെ അഭിഷേകം ചെയ്ത് ഓൾറെഡി ആ സംഭവം നടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുയേശുവിൽ ഉറപ്പിക്കുന്നതും അത് പ്രസന്റ് ടെൻസാണ്. വർത്തമാനകാല അനുഭവത്തിലാണ് പറയുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെ നിരന്തരമായി പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
നമ്മെ അഭിഷേകം ചെയ്തതും അത് പാസ്റ്റൻസ് ആണ്. ഗതകാലത്തിൽ അരങ്ങേറിയ സംഭവമാണ്. അത് ദൈവമല്ലോ എന്ന് പറയും. ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ല. അവിടെ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നതിനേക്കാൾ ദൈവമാണ്, പിതാവായ ദൈവമാണ് നമ്മെ അഭിഷേകം ചെയ്യുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4 വായിക്കുമ്പോൾ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്തു എന്ന് വായിക്കുന്നു. ക്രിസ്തു ദൈവപുത്രനായിരിക്കുകയും അവിടുന്ന് സാക്ഷാൽ ദൈവമായിരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിന് യാതൊരു വിധമായ എക്സ്ട്രാ പവറും ഈ ഭൂമിയിൽ ആവശ്യമില്ല. എങ്കിലും ക്രിസ്തു മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ തന്റെ ശുശ്രൂഷ ചെയ്യുവാനായി വന്ന ആളെന്ന നിലയിൽ അടയാളങ്ങള്, അത്ഭുതങ്ങള്, വീര്യപ്രവൃത്തികള്, രോഗശാന്തികള് ഇത്യാദികൾ ചെയ്യുന്നതിനും തന്നെ പിതാവായ ദൈവം ഫലമേൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കേണ്ടതിനും മനുഷ്യനായ ക്രിസ്തുവിന് ശക്തി ആവശ്യമായിരുന്നു. അതിനാണ് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് കർത്താവ് അഭിഷേകം ചെയ്തത്. ദൈവമാണ് ചെയ്തത്. ക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത ദൈവമാണ്, നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ അഭിഷേക തൈലം എന്ന് പറയുന്നൊരു വസ്തുവുണ്ട്. ആ വസ്തു കൊണ്ട് അഭിഷേകത്തിനായ പുരോഹിതൻ അല്ലെങ്കിൽ പ്രവാചകനാണ് അഭിഷേകം ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ അഭിഷേക വസ്തുവും അഭിഷേകം ചെയ്യപ്പെടുന്ന അഭിഷേകം ചെയ്യുന്നവനും അഭിഷേക വസ്തുവും ഒരാൾ തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്നു. ഇവിടെ തൈലമില്ല, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്നു. എന്തിനാണ് ഈ അഭിഷേകം എന്ന് ആദ്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഞാൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ സംസാരിച്ച് കേൾക്കപ്പെടുന്നതായിട്ടുള്ള അന്യഭാഷാ ഭാഷണം ശരിയോ തെറ്റോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നതിലേക്ക് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു സ്റ്റഡി ഞാൻ പ്രസന്റ് ചെയ്തു. അത് ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് സ്റ്റഡി ചെയ്തപ്പോൾ ഒരു സഹോദരി എന്ന് പറഞ്ഞു, ഈ ESHന് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവവചന പ്രകാരം പ്രാപിച്ചിരുന്നെങ്കിൽ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനെ ലഭ്യമായിരുന്നു എന്ന് പറഞ്ഞത് അവർ പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ അഭിഷേകം പ്രാപിക്കുകയും അതിന്റെ അടയാളമായി, ഏകവും പ്രത്യക്ഷമായ അടയാളമായി അന്യഭാഷയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ കരിസ്മാറ്റിക് സ്വഭാവഭാവങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷം ലഭിക്കുമായിരുന്നു എന്നായി പറഞ്ഞൊരു സാരം എന്നെനിക്ക് മനസ്സിലായി. പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിയെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിന്റെ തെളിവാണ് കൊരിന്ത്യരുടെ വാക്യം, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു, നമ്മെ അഭിഷേകം ചെയ്തു. പൗലോസ് ഉൾപ്പെടെയുള്ള കൊരിന്ത്യയിലെ വിശ്വാസികളെ അല്ലെങ്കിൽ സകല വിശ്വാസികളെയും അഭിഷേകം ചെയ്തു ദൈവമല്ലോ. അഭിഷേകം ചെയ്യുന്നത് ഒന്നുകിൽ രാജാവ് അല്ലെങ്കിൽ പുരോഹിതൻ അല്ലെങ്കിൽ പ്രവാചകൻ ആക്കി തീർക്കാൻ വേണ്ടിയാണ്. ഈ 3 ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് ആനയിക്കാനാണ് നമ്മെ അഭിഷേകം ചെയ്തത്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന അനുസരിച്ച് നാം രാജകീയ പുരോഹിത വർഗമാണെന്നാണ്. അവിടെ പറയുന്നു, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് ജീവൻ പ്രാപിച്ച കല്ലുകളായി നാമും ഒരു വിശുദ്ധ പുരോഹിത വർഗമെന്ന നിലയിൽ ആകേണ്ടതിന് ഒന്നിച്ച് പണിയപ്പെടുന്നു. അപ്പോൾ അവിടെ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അത് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആദ്യം ഞാൻ പറഞ്ഞത് 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയാണ് ദൈവം തീർത്തിരിക്കുന്നത് പറയുന്നു. രക്ഷിക്കപ്പെട്ട എവരി ബോർൺ അഗെയിൻ ക്രിസ്ത്യൻ ഈസ് കിങ് ആൻഡ് പ്രീസ്റ്റ്. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവേദനും രാജാവുമാണ്, പുരോഹിതനുമാണ്. അപ്പൊ രാജാവും പുരോഹിതനും ആക്കുന്ന പ്രവൃത്തിയാണല്ലോ അഭിഷേകം. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, എപ്പോഴാണ് ഒരു വ്യക്തി രാജാവും പുരോഹിതനുമായി പുതിയ മുതലായിത്തീരുന്നത്? എപ്പോഴാണ്? 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നു, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവൻ പ്രാപിച്ച കല്ലുകളായി ഒരു വിശുദ്ധ പുരോഹിത വർഗം എന്ന നിലയിൽ ആത്മീക ഗ്രഹമാകേണ്ടതിന് ഒന്നിച്ച് പണിയപ്പെടുന്നു. അപ്പൊ അതിന് ലളിതമായ ഉത്തരം ഇങ്ങനെയാണ്: എപ്പോഴാണ് ഒരു വ്യക്തി രാജാവ് പുരോഹിതമായത്? സാക്ഷാൽ ജീവനുള്ള കല്ലായ അല്ലെങ്കിൽ ജീവന്റെ കല്ലായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് അവനിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ദൈവമക്കളായി. അപ്പൊ അങ്ങനെ ഒരു ആത്മീയ ഗ്രഹമാകുന്നതിന് ജീവൻ പ്രാപിച്ച കല്ലുകളായി. ജീവൻ പ്രാപിച്ചപ്പോൾ നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി എന്നായി പറഞ്ഞതിന്റെ സാരം. അങ്ങനെ ജീവൻ പ്രാപിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു?
നമ്മെ അഭിഷേകം ചെയ്തു. ഇവിടെ പല ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ വിഷയം, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളോട് 1,00,000 പ്രാവശ്യം ഈ മെസ്സേജ് ഞാൻ പറഞ്ഞാലും 1,00,000 പ്രാവശ്യം ശേഷം 1,01,000-ാമത്തെ പ്രാവശ്യം പറയുമ്പോഴും ചോദിക്കും, അഭിഷേകം അതല്ലെന്ന് പറയും. അഭിഷേകം അതല്ല, പിന്നെന്താണ്? അവര് പറയുന്നത് അഭിഷേകത്തിന്റെ അടയാളം എന്ന് പറയുന്ന അന്യഭാഷാ ഭാഷണം ആകുന്നു എന്നാണ്. ഞാനത് വേറൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ തുറന്ന മനസ്സോടെ പറയുകയാണ്, ഞാൻ ഏതെങ്കിലും ഒരു സഭയുടെ വക്താവല്ല. അപ്പൊ പല ആളുകളെ കുറിച്ച് പറഞ്ഞ് ഇദ്ദേഹം ബ്രദറുകാരനായതുകൊണ്ട് ബ്രദറൻ സഭയ്ക്ക് വേണ്ടി വക്താവ്, ഇവിടെ ഒരു സ്തോത്ര കാഴ്ച പൈസ പോലും കൂട്ടായ്മ വാങ്ങിക്കാത്ത മനുഷ്യൻ ഞാൻ. അപ്പൊ പിന്നെ ഞാനിതിന് ഈ വക്താവായി നിന്ന് ഏതെങ്കിലും, ഞാൻ കർത്താവിന്റെ വക്താവാണ്. ഐ എം എ സ്പോക്സ്മാൻ ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി ഒരു വക്താവായി നൽകുകയാണ്, ദൈവവചനത്തിന് വേണ്ടി. സോറി, നെറ്റ് ഇടയ്ക്കൊന്ന് കട്ടായി. അപ്പോൾ ഇവിടെ ദൈവവചനത്തോടാണ് എന്റെ കൂറും എന്റെ വിശ്വസ്തയും. പഴയ നിയമത്തിൽ രാജാവിനെയും പുരോഹിതനെയും പ്രവാചകന്മാരെയും തൽസ്ഥാനങ്ങളിലേക്ക് ആനയിക്കേണ്ടത് അനുഷ്ഠിച്ചിരുന്ന കർമ്മമായി അഭിഷേകത്തെ പറയുമ്പോൾ പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. രാജകീയ പുരോഹിത വർഗം, രാജാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്. ആ പ്രത്യേക വംശമായി വർഗമായി നമ്മെ ആക്കി തീർക്കേണ്ടതിന് നമുക്ക് പരിശുദ്ധാത്മ അഭിഷേകം നൽകി. എപ്പോൾ നൽകപ്പെട്ടു? അതിന്റെ വിശദാംശം ഞാനും പറയാം. അപ്പൊ പറയുന്നറിയോ, വ്യാഖ്യാനമല്ല ആവശ്യം, നേരിട്ടുള്ള വചനമാണ്. ശ്രദ്ധിച്ചോ, നേരിട്ടുള്ള വചനം പറയാം. കർത്താവായ യേശു ക്രിസ്തുവുമായി ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസമുള്ള ബന്ധത്തെ ഒരു ശരീരവും ശിരസ്സുമായിട്ടുള്ള ബന്ധമായിട്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം, റോമാലേഖനം 12-ാം അധ്യായം, ഈ അധ്യായങ്ങളിൽ പൗലോസ് വിവരിച്ചിട്ടുള്ളത്. എ ബോഡി ഹെഡ് റിലേഷൻഷിപ്പ്, കർത്താവും സഭയുമായുള്ള ബന്ധം. സഭ ശരീരവും കർത്താവായ യേശു ശിരസ്സുമാണ്. പുറപ്പാട് പുസ്തകം 32-ൽ ഈ അഭിഷേക തൈലം തയ്യാറാക്കി അതിന് അഹരോനെയും അവന്റെ പുത്രന്മാരെയും ഇസ്രായേലിന്റെ പുരോഹിത ശുശ്രൂഷകന്മാരായി നിയോഗിക്കുമ്പോൾ അവരോട് പറഞ്ഞു, മോശയോട് ദൈവം പ്രത്യേകം പറഞ്ഞു, ഈ അഭിഷേക തൈലം നീ അവരുടെ ശിരസ്സിന്മേൽ, തലമേൽ ഒഴിക്കണം, ശരീരത്തിലെങ്ങും ഒഴുകിവരുത്. ഈ അഭിഷേക തൈലം ശിരസ്സിലെ ഒഴിക്കാവൂ, ശരീരത്തിൽ ഒഴിക്കാൻ പാടില്ല. എന്താ അതിന്റെ മർമ്മം എന്ന് ഞാൻ പറയാം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞുള്ളതാണ്. എഫേസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഭയെ ക്രിസ്തുവിന്റെ ശരീരമായും, കൊലോസ് ലേഖനത്തിൽ ക്രിസ്തുവിനെ ശരീരമായ സഭയുടെ ശിരസ്സായിട്ടുമാണ് പ്രതീകാത്മകമായി എഴുതിയിരിക്കുന്നത്. എഫേസ് ലേഖനത്തിൽ സഭ ക്രിസ്തുവിന്റെ ശരീരം, കൊലോസ് ലേഖനത്തിൽ ക്രിസ്തു ശരീരത്തിന്റെ ശിരസ്. തലയായ അവൽ നിങ്ങൾ സമ്പൂർണരാകുന്നു എന്ന് പ്രത്യേകമായി 3-ാം അധ്യായത്തിൽ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ പറയുന്നതിന്റെ സാരമിതാണ്, ശരീരം മുഴുവനും തലയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ശിരസ്സായ യേശു ക്രിസ്തുവിനോട് സന്ധികളാലും ഞരമ്പുകളാലും ബന്ധപ്പെട്ടിരിക്കുന്നതും ശിരസിന്റെ ചൈതന്യം ശരീരത്തിന് പ്രാപിച്ചിട്ട് പൂർണ്ണതയുള്ളതായി നിലകൊള്ളുന്നതുമായ പ്രതിഭാസമാണ് ക്രിസ്തു ശരീരം എന്നാണ് പൗലോസ് പറയുന്നത്. വളരെ ആഴമേറിയ സത്യങ്ങളായതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ചൊക്കെ വിശദമായി പഠിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ മാത്രം ഊന്നൽ പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ശിരസ്സായ ഈ ശിരസ്സിന് മാത്രമേ അഭിഷേകം നൽകാവൂ എന്നും ശരീരത്തിന്മേൽ ഈ അഭിഷേകം ഒഴിക്കരുത് എന്ന് പ്രത്യേകമായ കൽപ്പനയുമുണ്ട്. ഞാൻ 4-5 വർഷം മുമ്പ് ഈ വിഷയം സംസാരിച്ചു. അനേക ആളുകൾ, കരിസ്മാറ്റിക് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഞാനുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് മണിക്കൂറുകളും ദിവസങ്ങളും ആശയ സംഘടനകൾ ഉണ്ടായി. പാസ്റ്റർ KC ജോൺ അവർ IPC ഹെബ്രോൻപുരത്ത് അവിടെ നടന്ന ജനറൽ കൺവെൻഷനിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞ അതേ കാര്യം അതുപോലെ അക്കമിട്ടേണ്ടി അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും യൂട്യൂബിൽ കാണും. അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞു, അതായത് ശരീരത്തിന് there is no separate anointing for the body, but the anointing is intended only for the head. ശിരസ്സിന് മാത്രമേ അഭിഷേകമുള്ളൂ, ശരീരത്തിന് പ്രത്യേകമായ അഭിഷേകം ഇല്ല എന്ന് അദ്ദേഹവും പറഞ്ഞു. ഞാൻ ആ ക്ലാസ്സിൽ പല പ്രാവശ്യം എടുത്താണ്, അവരൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കർത്താവായ യേശുവിനെ പരിശുദ്ധാത്മാവിലും ശക്തിയിലും ദൈവം അഭിഷേകം ചെയ്തു. ആ അഭിഷിക്തനായിരിക്കുന്ന ക്രിസ്തു, അവന്റെ പേരാണ് അഭിഷിക്തൻ. അഭിഷിക്തനായ ക്രിസ്തു എന്ന ശിരസ്സിനോട് സന്ധികളാലും ഞരമ്പുകളാലും അവയവങ്ങളായി ചേർക്കപ്പെട്ട് ഏക ശരീരസ്ഥിലാക്കപ്പെട്ട ഈ ശരീരത്തിന് ക്രിസ്തുവിന് വെളിയിൽ ഒരു അഭിഷേകമില്ല.
അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം 27-ാം വാക്യം, ഈ വാക്യങ്ങളിൽ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നുവല്ലോ, ആരും നിങ്ങൾക്ക് ബുദ്ധിപദേശന്റെ ആവശ്യമില്ല, അവന്റെ അഭിഷേകം നിങ്ങൾ വസിക്കിയാലും എന്ന് പ്രത്യേകം 27-ാം വാക്യത്തിലോട്ട് പറഞ്ഞിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം, ദി അനോയിന്റിംഗ് ദാറ്റ് വി ഹാവ് റിസീവ്ഡ് ബൈ ക്രൈസ്റ്റ്, ക്രിസ്തു മുഖാന്തരമായി ലഭിക്കപ്പെട്ട അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തലയായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിലും ശക്തിയിലും പിതാവായ ദൈവം അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ അഭിഷിക്തനായി. അഭിഷിക്തനോട് വിശ്വാസത്താൽ രക്ഷ സ്വായത്തമാക്കി ശരീരം എന്ന നിലയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ സഭയ്ക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് തലയ്ക്കുള്ള അഭിഷേകം ഉണ്ടെന്നാണ് അവിടെ ദൈവം പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ 133-ാം സങ്കീർത്തനം ഞാൻ പല പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്. 133-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ സഹോദരന്മാര് ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അത് അഹരോന്റെ തലയിൽ നിന്ന് അവന്റെ താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് ഒഴുകുന്ന അഹരോന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ് പോലെയാകുന്നു. അവിടെയല്ലോ യഹോവ ശാശ്വതമായ ജീവനും അനുഗ്രഹവും കൽപ്പിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അഹരോനെ ദൈവം അഭിഷേകം ചെയ്തു. മോശയാണ് അഹരോനെ അഭിഷേകം ചെയ്യുന്നത്. ശിരസായ അഹരോനെ അഭിഷേകം ചെയ്തു. അഹരോന്റെ തലയിൽ വച്ചിരിക്കുന്ന ഈ അഭിഷേക തൈലം നമ്മൾ വായിക്കുന്നത്, അഹരോന്റെ തലയിൽ നിന്ന് അവന്റെ താടിയിലൂടെ, അഹരോന്റെ നീണ്ട താടിയുണ്ട്, ആ നീണ്ട താടിയിലൂടെ ഈ അഭിഷേക തൈലം അത് താഴോട്ട് ഒഴുകിയിട്ട് അഹരോന്റെ തലയിൽ നിന്ന് താടിയിലൂടെ അഭിഷേക തൈലം ഒഴുകിയിട്ട് അഹരോൻ ധരിച്ചിരിക്കുന്ന പട്ടുവസ്ത്രം അല്ലെങ്കിൽ പുരോഹിത വസ്ത്രം, ആ വസ്ത്രത്തിന്റെ വെളുമ്പ് വരെയും ഈ മനോഹരമായ അഭിഷേക തൈലത്തിന്റെ സൗരഭ്യവാസന പടർന്ന് പിടിക്കുന്നു. അങ്ങനെ അഹരോന്റെ ശരീരം മുഴുവൻ, വസ്ത്രം മുഴുവൻ തലയിലൊഴിച്ച അഭിഷേകത്തിന്റെ സൗരഭ്യ വാസനയാൽ അത് വ്യാപൃതമായിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായി ശരീര ശിരോബന്ധത്തിൽ ഒന്നായി തീർന്നിരിക്കുന്ന ദൈവസഭയ്ക്ക് ശിരസായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം നൽകിയ പരിശുദ്ധാത്മ അഭിഷേകം, ഈ അതിന്റെ സകല സൗരഭ്യവാസനയും അനുഗ്രഹങ്ങളും ഈ ശരീരത്തിന് ഉണ്ട്. തലയിൽ നിന്ന് ആണ് ഇത് ശരീരത്തിലേക്ക് വ്യാപിച്ചിരുന്നത്. ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ശിരസ്സിനോട് ചേർന്ന് ചൈതന്യം ഭാവിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ, there is no anointing for a Christian believer apart from Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന് കൂടി അല്ലാതെ വ്യക്തിപരമായി ദൈവസഭയിലെ പുതിയ മുതലെ വിശ്വാസികൾക്ക് ആർക്കും അഭിഷേകമില്ല. നാം എല്ലാം ക്രിസ്തുവിൽ അഭിഷിക്തരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസത്താൽ കർത്താവിന്റെ ശരീരമായ സഭയോട് ചേർക്കപ്പെട്ടിരിക്കുന്ന നാം എല്ലാവരും ആരാണ്? ക്രിസ്തുവിൽ അഭിഷേകമുള്ളവരും അഭിഷിക്തന്മാരുമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നുവല്ലോ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി ലഭ്യമായ അഭിഷേകം. ദർ ഇസ് നോ ഇൻഡിപെൻഡന്റ് അനോയിന്റിംഗ് ഫോർ എനി ബിലീവർ. ഇനി ഈ അഭിഷേകം എന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അഭിഷേകമെന്ന് ഈ പെന്തക്കോസ്റ്റൽ കാരിസ്മാറ്റിക് സഭാവിഭാഗങ്ങളിൽപ്പെട്ട വിശ്വാസികൾ തെറ്റായി ധരിക്കുന്ന അഭിഷേകം, അവർ ചിന്തിക്കുന്നത് അത് അന്യഭാഷാ ഭാഷണമെന്നാണ്. അഭിഷേകം പ്രാപിച്ചാൽ എന്തോ ചെയ്യും? അന്യഭാഷാ ഭാഷണം ഉണ്ടാകും എന്നാണ്. അങ്ങനെ വേദപുസ്തകത്തിൽ എവിടെയും എഴുതില്ല. പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 3 ഇൻസിഡന്റുകൾ ദൈവസഭയുടെ ഉപദേശമല്ല, ചരിത്രവശമാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വിശ്വസ്തരുടെ മേൽ വന്നതും ശമര്യരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതും ജാതീയനായിരുന്ന കോർന്നല്യോസിന്റെയും അവൻ ക്ഷണിച്ചു വരുത്തിയ ആളുകളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നതും ദൈവസഭയുടെ ഉപദേശമല്ല. സഭാചരിത്രത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ 3 വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർക്കുന്നതിൽ പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തിയുടെ ഒരടയാളമാണ്. 2-ാം അധ്യായത്തിൽ യഹൂദന്മാർ രക്ഷിക്കപ്പെട്ടു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. 8-ാം അധ്യായത്തിൽ ശമര്യർ രക്ഷിക്കപ്പെട്ടു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു.
10-ാം അധ്യായത്തിൽ കൈസരിയിലെ ഇറ്റാലിയ എന്ന് പറയുന്ന പട്ടണത്തിലെ കോർന്നലിയോസ് എന്ന് പറയുന്ന ശതാധിപൻ രക്ഷിക്കപ്പെട്ടു. അവനും അവൻ വിളിച്ചു വരുത്തിയ ആളുകളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഒന്ന് ശമര്യർ, ഇസ്രായേലിനോട് സമ്പർക്കമില്ലാത്തവർ. മറ്റേത് യാഥാസ്ഥികരായ യഹൂദന്മാർ, ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് അഭിമാനിക്കുന്നവർ. മൂന്നാമത്തത് നായ്ക്കൾ എന്ന് യഹൂദന്മാർ പരിഗണിക്കുന്ന വിജാതിയൻ. ഇവർ 3 പേരും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവർ വരികയും അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെന്തിക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെട്ട ആളുകളെക്കാൾ ഒട്ടും മോശപ്പെട്ട ആളുകളല്ല ഈ ശമര്യരും കോർന്നലിയോസിന്റെ ഭവനത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന ജാതികളും. അവരെല്ലാവരും കൂടി ചേർന്ന് ദൈവസഭയിലെ അംഗങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. 3 വിഭാഗത്തെക്കുറിച്ച് പൗലോസ് കൊരിന്ത്യരിൽ പറയുന്നുള്ളൂ. യഹൂദന്മാർക്കും ജാതികൾക്കും ദൈവസഭയ്ക്കും ഇടച്ചില്ലാത്തവരാതിരിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന് 32-ാം വാക്യം. അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അഭിഷേകം എന്ന് പറയുന്നത് പുതിയ നിയമ സഭയിൽ രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ക്രിസ്തു മുഖാന്തരമായി പ്രാപിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇനി ഒരാൾ പറയാ, ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് അഭിഷേകമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടവനല്ലെന്ന് അർത്ഥം. ഒന്നുകിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ അഭിഷേകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഉള്ള അജ്ഞതയാണ് അദ്ദേഹത്തിന് പറഞ്ഞതിന്റെ കാരണം. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളെയും അഭിഷിക്തൻ എന്ന് സംബോധന ചെയ്യാം. നമ്മൾ സാധാരണ ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽ പ്രസംഗരായി വരുന്ന ആളുകൾ കർത്താവിന്റെ വിലയേറിയ അഭിഷിക്തൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആഗതമാണ്. അവിടെ ഇരിക്കുന്ന വിശ്വാസികൾ അഭിഷേകത്തിലാണ്. രക്ഷിക്കപ്പെട്ടതാണോ അഭിഷേകത്തിലാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു എന്ന അഭിഷിക്തനാൽ അഭിഷേകം പ്രാപിക്കപ്പെട്ടവർ. ശിരസിനുള്ള അഭിഷേകത്തിന്റെ അനുഗ്രഹം ശരീരത്തിന് പ്രാപിച്ചവർ. ശരീരത്തിന് പ്രത്യേകമായി അഭിഷേകം ഇല്ല. ഇതുതന്നെയാണ് പാസ്റ്റർ കെ.സി. ജോൺസണും പറഞ്ഞത്. പാസ്റ്റർ കെ.സി. ജോൺ കുമ്പനാടിന്റെ ഹെബ്രോൻ പീഠത്തിലെ പ്രശസ്തമായ ജനറൽ കൺവെൻഷനിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ അത് സതുപദേശം, ഞാൻ പറഞ്ഞാൽ അത് വിപരീത ഉപദേശം. കാരണം അറിയാമോ, ഞാൻ വേർപാടുകാരനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ അത് വിപരീത ഉപദേശം ആയി മാറുന്നത്. നിങ്ങൾ വേദപുസ്തകം ശരിയായി പഠിക്കുക. എനിക്ക് നിങ്ങളോട് ദൈവസ്ഥലിൽ അപേക്ഷിക്കാനുള്ള ഒറ്റ കാര്യം, യു സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. എന്താണ് അഭിഷേകം എന്ന് പഠിക്കുക. അഭിഷേകം എന്താണെന്ന് കൃത്യമായി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അഭിഷേകമുള്ളവരാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയും. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു. ഇവിടെ ഈ അഭിഷേകം എന്ന് പറയുന്നത് എന്താണ്? പഴയമത്തിലെ പോലെ തൈലമല്ല. രക്ഷിക്കപ്പെടുന്നവർക്ക് കർത്താവ് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. നാമം ആത്മാവ് എന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത് തന്നെ. ഗലാത്യയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഗലാത്യയിലെ വിശ്വാസികളെ യഹൂദിയയിൽ നിന്ന് കടന്നു ചെന്ന നുഴഞ്ഞുകയറ്റക്കാരായ ചില യാഥാസ്ഥിക യഹൂദന്മാരെ വഴിതെറ്റിച്ചപ്പോൾ പൗലോസ് അവരോട് ചോദിച്ചു, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണിന് മുമ്പാകെ ഞാൻ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ചെയ്യുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതല്ലോ? കാത്തിരുന്നാണോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്? അവർ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. ഞാൻ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴാണ് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചത്, അപ്പോഴാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ വസിക്കാൻ തുടങ്ങുകയും അന്ന് മുതൽ കർത്താവിന്റെ വരവിനായി എന്റെ ശരീരത്തെയും ആത്മാവിനെയും ദേഹിയെയും ദൈവത്തിന്റെ വചനത്തിന്റെ വിശുദ്ധിക്കൊത്തവണ്ണം ഒരുക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് വ്യാപൃതനാകുകയും ചെയ്തു. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അല്ലാതെ വേറെ അഭിഷേകം എന്ന് പറയുന്നത് വചനവിരുദ്ധമായ കാര്യങ്ങളാണ്. രക്ഷിക്കപ്പെടുക. പിന്നെ അന്യഭാഷ, അത് വേറൊരു വിഷയമാണ്. മറ്റൊരു വിഷയം ഞാൻ ദിവസം ഞാൻ പറഞ്ഞോളാം. പൗലോസ് പോലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പ്രവചിക്കുന്നുവോ, എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ഇല്ല. അത് സഭയിൽ ചുരുക്കം ചില ആളുകൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ കൃപാവരങ്ങളിൽ ഒന്നായിട്ടാണ് 1 കൊരിന്ത്യർ 12 പൗലോസിനെ പരാമർശിക്കുന്നത്. അല്ല, രക്ഷിക്കപ്പെടുന്ന എല്ലാ വിശ്വാസികളും അടയാളപരമായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന്റെ അടയാളമായി അന്യഭാഷയിൽ സംസാരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ അഭിഷേകമുള്ളവരായി തീരൂ. അത് IPSCയുടെ ഭരണസമിതിക്കകത്ത് എഴുതി, ബൈലോയ്ക്കകത്ത് എഴുതി വെച്ച പ്രമാണമാണ്, വേദപുസ്തകത്തിലെ പ്രമാണമല്ല. വേദപുസ്തകം പറഞ്ഞിട്ടില്ല, നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു.
നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന ആത്മാവ് താരം നമ്മുടെ ആത്മാവിടെ ദൈവത്തോട് സാക്ഷ്യം പറയുന്നു. റോമാലേഖന 8-ാം അധ്യായത്തിൽ 16-ാം വാക്യം. ഒരു വ്യക്തി ദൈവവേദലാണെന്ന് ആരാ പറയുന്നത്? ദൈവവേദലാണെന്ന് തന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ അന്തരംഗത്തിലെ അവന്റെ ആത്മാവിനോട് നിരന്തരമായ സാക്ഷ്യം പറയുന്നു. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ആ സാക്ഷ്യം എപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട്. രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ട നിങ്ങൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ പ്രകാരവും 2-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ പ്രകാരവും രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരും ആയിത്തീരേണ്ടതിന് നൽകുന്ന കർമ്മമാണ് ഈ അഭിഷേകം. രക്ഷിക്കപ്പെട്ടപ്പോഴാണ് അഭിഷേക്തനായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി നമ്മൾ കൈക്കൊണ്ടത്. അപ്പോൾ നാം അഭിഷേക്തൻ മുഖാന്തരമായി അഭിഷേകം പ്രാപിച്ചവരായി തീർന്നു. അതാണ് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 1:21. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ എന്ന് പൗലോസ് പറയുന്നു. ഇറ്റ്സ് എ പാസ്റ്റ് ഈവന്റ് വിത്ത് പ്രസന്റ് റിസൾട്ട്. മനസ്സിലായോ? ഗതകാലത്ത് അത് നടന്നു കഴിഞ്ഞു. നമുക്കത് ഇന്നും വർത്തമാനകാല അനുഭവമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളെ ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടിയോ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ ഒരു ഉപദേശം വിശ്വസിക്കാനോ സ്ഥാപിക്കാനോ ശ്രമിക്കാതെ ദൈവത്തിന്റെ വചനം ഇതേക്കുറിച്ച് ഇത് പറയുന്നു എന്ന് മാത്രം നോക്കുക. ഇപ്പൊ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ എനിക്ക് ആരെങ്കിലും ഡോളർ അയച്ചിട്ടുണ്ടോ? ഇത് ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് നിന്റെ ബാങ്ക് ഫില്ല് ചെയ്ത് ഞാൻ ഡോളർ അയച്ചു തരാം, അതുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞു 4 പറഞ്ഞിട്ടാണ്. അല്ല, ഞാൻ വെറും കൈയായി വിഴുന്ന ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ദൈവവചന ഭാഗങ്ങളെ നിങ്ങളുടെ മുമ്പാകെ റെഫറൻസ് ചെയ്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യത്തെ പ്രസ്താവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതല്ല, വചനം എന്ത് പറയുന്നു എന്നുള്ളത് കാണിച്ചു തരിക എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം ഇത് എഴുതുകയും എത്ര പ്രാവശ്യം പറയുകയും ചെയ്തിട്ടും വേണ്ടത്ര നിലയിൽ ഗ്രഹിക്കാൻ ഉള്ള കഴിവ് പല ആളുകൾക്കും ഇല്ല. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ അവൻ മരിക്കുന്ന നിമിഷം വരെയോ അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ അവന്റെ ശരീരം രൂപാന്തരപ്പെടുന്നവരെയോ അവനിൽ വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പുതിയ വിശ്വാസിയെ വിട്ടുപോകുന്ന ഒരു രംഗവും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ ക്രിസ്തു അനുരൂപരായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. റോമാലേഖന 8-ാം അധ്യായത്തിന്റെ 29 മുതൽ വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാർ ആദ്യജാതരാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ആ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഇന്നും തുടരുന്നു. അതുകൊണ്ട് അബദ്ധജടിലമായ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന അഭിഷേകത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ചിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ് അഭിഷേകം എന്ന് തെറ്റിദ്ധരിക്കരുത്. അഭിഷേകം ഞാൻ ഈ പറഞ്ഞു തന്നാണ്. നിങ്ങൾ സൂക്ഷ്മമായി ദൈവവചനം പരിശോധിക്കുക, ഗ്രഹിക്കുക, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുക, പരിജ്ഞാനമുള്ളവരായി തീരുക. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.